ഇന്ന് നമ്മൾ തയ്യാർ ചെയ്യാൻ പോകുന്നത് സവോള ഉപ്പിലിട്ടത്, ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇതിന് നമ്മൾ സവോള എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഈ സവോള ഉണ്ടോ എന്ന് പറയാൻ നല്ലൊരു മുഴുത്ത കൊച്ചുള്ളിയെക്കാട്ടി ശക്കലം കൂടെ വലിപ്പമുള്ള സവോള വേണം തിരഞ്ഞെടുക്കാൻ. ഒരിക്കലും വലിയ സവോള എടുക്കല്, വലിയ സവോള എടുത്താൽ ശരിയാവില്ല, മുറിച്ചിടല്. ഇതിങ്ങനെ മുഴുവനായി തന്നെ ഇടണം. ഈ സവോള കണ്ടല്ലോ, ഈ സൈസ് വേണം എടുക്കാൻ. ഓക്കെ, ഒരു കാരണവശാലും നമ്മൾ വലിയ സവോള എടുത്താൽ അതിന് ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നീട് ഇത് 1 കിലോ സവോളയാണ്, അതിന് വേണ്ടുന്ന 1 ബീറ്റ്റൂട്ട്, പിന്നെ ഉപ്പ്, വിനീഗർ, ഇത്രയും സാധനം മതി. അപ്പോൾ ഇത് നമ്മൾ സവോള പൊളിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ബീറ്റ്റൂട്ട്, ഇത് അരിയുമാണ്, അത് മെഴുക്കുവരട്ടിയുടെ പരുവത്തിൽ. നമ്മളിത് അരിഞ്ഞു, എന്നിട്ട് ഇത് നമ്മളിനിയും വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ അരിഞ്ഞു, ഇതിനിപ്പോൾ നമ്മളിട്ട് വെള്ളത്തിൽ ഏതാണ്ട് ഒരു 1/2 ലിറ്റർ വെള്ളം, 1 കിലോ സവോളയിൽ 1/2 ലിറ്റർ വെള്ളത്തിൽ ഇത് തിളപ്പിച്ചെടുക്കും. അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇട്ടിട്ട് 1/2 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ അടുപ്പേ വെച്ച് തിളപ്പിക്കാൻ പോവാണ്. അപ്പോൾ സവോള ഉപ്പിലിടാനുള്ള ബീട്രൂട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളമാണിത്. ഓക്കെ, കളർ ഉണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ഇത് കല്ലുപ്പ്. ഉപ്പെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഇടുക. ഓക്കെ, നമ്മൾ ഉപ്പിട്ടു. അതിനുശേഷം ഇത് വിനീഗർ, ഒരു 3 സ്പൂണ് ഒഴിച്ചു. അപ്പം നമ്മളൊരു സ്പൂൺ ഇട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കുക, കാരണം ഈ ഉപ്പ് അലിയാൻ വേണ്ടി. ഇതിപ്പം അത് ഉപ്പ് നല്ലവണ്ണം അലിഞ്ഞു. ഇതിപ്പോൾ വെള്ളം നല്ലവണ്ണം തണുത്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഒരിക്കലും ചൂടുവെള്ളത്തിൽ ഇത് ചെയ്യരുത്, കാരണം ഉള്ളി വെന്തു പോകും, വേവാൻ പാടില്ല. എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന ഉള്ളി ഈ എടുത്ത വെള്ളത്തിലേക്ക് ഇടുകയാണ്. നമ്മൾ തയ്യാർ ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് 24 മണിക്കൂർ പുറത്തിരിക്കണം. പുറത്തെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫ്രിഡ്ജിനകത്ത് വെക്കരുത്. 24 മണിക്കൂർ ഇത് പുറത്തിരിക്കുക. 24 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഒരു ഡപ്പയിലാക്കുകയാണ്. നമ്മളിപ്പോൾ ആ ഡപ്പയിലേക്ക് ഇടുകയാണിത്. അപ്പോൾ നമ്മൾ കണ്ടോ, ഇതിങ്ങനെ ആക്കി 24 മണിക്കൂർ പുറത്തിരിക്കണം. 24 മണിക്കൂറിന് ശേഷം ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. വീണ്ടും 24 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്നതിന് ശേഷം നമുക്കെടുത്ത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാ ആഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമായ ഒരു ഉപ്പിലിട്ട സാധനമാണ്. ആരും അങ്ങനെ ചെയ്യാറില്ല. സവോള ഉപ്പിലിട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.